അയ്യോ, ഇരിക്കുന്ന നമ്മുടെ ട്രക്ക് ട്രാവലേറ്റ് ചെയ്യുന്ന സുജിത് ഭക്തനല്ലേ? സുജിത് ഭക്തൻ എന്താ ഇവിടെ? എന്താ പരിപാടി? താങ്ക് യു. നമസ്തേ. എന്ത് ചെയ്യാ അവിടെ? ഫുഡ് അടിക്കണ്ടേ? വിശക്കുന്നു. എന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി നോക്കിയപ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു റെസ്റ്റോറന്റ്. എന്നാ പിന്നെ ഇരിക്കും, വാ കഴിക്കാം. എനിക്ക് വാങ്ങിച്ചു തരുമോ? പിന്നെന്താ, എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, കാശ് കൊടുക്കണമെന്നേ ഉള്ളൂ. ഈ ഒരു ട്രിപ്പിന് നമ്മുടെ ഗജാൻജി എന്ന് പറയുന്നത് ബൈജു ചേട്ടനാണ്. ഇതൊന്നുമില്ല കേട്ടോ, നമ്മൾ രണ്ടുപേരും കാശ് ഷെയർ ചെയ്താണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് സ്പോൺസർഷിപ്പ് പരിപാടികളൊന്നും ഇല്ല. എന്തിനാ? വൈഫൈ പോലും ഞാനാ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ബൈജു ചേട്ടൻ എല്ലാം സ്പെൻഡ് ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഞാൻ കാശ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഓൾറെഡി ഞങ്ങള് ബൈച്ചേട്ടൻ എത്ര ഡോളറാണ് നാട്ടിൽ നിന്ന് മാറിയത്? ഞാൻ 1,00,000 രൂപയുടെ ഡോളർ. ഞാൻ 50,000 രൂപയുടെ ഡോളർ മാറ്റിയിട്ടാണ് ഞങ്ങൾ മൊറോക്കോ കറങ്ങാനായിട്ട് വന്നത്. അപ്പോൾ അതിലേകദേശം 19,000 ഓൾറെഡി പൊട്ടി ഇല്ലേ? ഇനി ബാക്കി നമുക്ക് എത്ര പൊട്ടും എന്നുള്ളത് ഈ സീരീസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം. കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. കാർഡ് ഓൾറെഡി ഞാൻ 20,000 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ്. ഇന്ന് വേറൊരു പണി കിട്ടി. ഞങ്ങൾ താമസിച്ച ഹോട്ടൽ ബുക്ക് ചെയ്യാൻ നേരം ഏത് സൈറ്റ് ആയിരുന്നു? എക്സ്പെഡിയ വെബ്സൈറ്റിൽ കയറിയിട്ട് റേറ്റ് കുറവാന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കൺഫേം ആയി വന്നപ്പോഴത്തേക്കിനും മാർച്ച് 30 മുതൽ 31 വരെയുള്ള ഡേറ്റിലാണ് ബുക്ക് ചെയ്തത്. അത് എക്സ്പെഡിയുടെ കുഴപ്പമല്ല, ഉറക്കം നോക്കിയിരുന്ന് രാവിലെ ഉറക്കപ്പിച്ചിൽ ബുക്ക് ചെയ്തത്. എന്റെ കുഴപ്പമാണ്. 4,500 രൂപ പോയി കിട്ടി. എക്സ്പീഡിയക്കാരോട് ചോദിച്ചപ്പോഴത്തേക്കിനും ആ ടിക്കറ്റ് ആ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാനും ചേഞ്ച് ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞു. ഹോട്ടലുകാരോട് ചോദിച്ചപ്പോഴത്തേക്കിനും അവരും കൈമലർത്തി. അവസാനം വീണ്ടും കാശ് എടുത്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ 1-2 അബദ്ധങ്ങളൊക്കെ പറ്റി. അബദ്ധങ്ങളൊക്കെ യാത്രകളിൽ ഇങ്ങനെ സജീവമാണല്ലോ. അപ്പോൾ നമ്മളിവിടെ വന്നിരുന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് വരട്ടെ, വന്നിട്ട് നമുക്ക് കഴിക്കാം. എന്താണെന്ന് കാണിച്ചു തരാം. ഹാൻഡ് സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് കൈയൊക്കെ കഴുകി. നമുക്കിത് മൊറോക്കൻ ടീ വന്നിരിക്കുകയാണ്. ബൈജു ചേട്ടന് ക്യാപ്പുച്ചീനോ വന്നിരിക്കുകയാണ്. പിന്നെ ഒലീവ്സ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ചമ്മന്തി. എങ്ങനെയുണ്ട് ചമ്മന്തി? ബ്രെഡ് കഴിക്കാൻ പറ്റുമോ? അതെ. അപ്പം ബ്രെഡ് ഉണ്ട്. ചൂടാണോ ബ്രെഡ്? ഇല്ല അല്ലേ? ചെറിയൊരു ചൂട് പോലും ഇല്ല, തണുത്താണ്. നമുക്ക് ആ ബ്രെഡ് ഇതിനകത്ത് മുക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കഴിച്ചിട്ട്. വാ, ഉള്ളല്ലോ. ഒലീവ്സ് ഇട്ട് അരച്ച സാധനമാണ്. ഒലീവ്സ് ഒക്കെ ഇട്ട് അരച്ച ഒലീവ് ചമ്മന്തി. നമ്മളൊക്കെ ടൊമാറ്റോ ചമ്മന്തി, തേങ്ങാ ചമ്മന്തി. ഇവിടെ ആൾക്കാർ വലിയ ടീമാണ്. ഒലീവ് ചമ്മന്തി അതും ഫ്രീ ആണ്. ഈ ബ്രെഡും ഈ ഒലീവ് ചമ്മന്തിയൊക്കെ ഫ്രീ ആണ്. നമ്മൾ മെയിൻ കോഴ്സ് വരുന്നതേ ഉള്ളൂ. ഫുഡ് ഓർഡർ ചെയ്ത് ഒന്നുമില്ല. ഒരു പിസ്സയും പിന്നെ ഒരു മിക്സഡ് ഗ്രില്ലും വരുമ്പോൾ അറിയാം എന്താണ്. ഒരു ഇന്ത്യൻ ടേസ്റ്റൊക്കെ ഉണ്ട് ചമ്മന്തി. അതെ, എന്നാൽ നല്ല എരിയും പൊടിയുള്ളൊരു സാധനം. കൊള്ളാം. എന്നാലും മിക്സഡ് ഗ്രില്ല് വന്നല്ലോ. താങ്ക് യു. ഇത് കൊള്ളാമല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? സോസേജ് ഉണ്ട്, പിന്നെ മട്ടൺ ഉണ്ട്, ബീഫുണ്ട്. ചിക്കൻ ഇല്ല. ചിക്കൻ സോസേജ് ആയിരിക്കും. ഒരു സ്പൂൺ ചോറ് ഉണ്ടോ? ഇങ്ങനെയൊക്കെ വേണം ചോറ് കഴിക്കാൻ. ഒരു സ്പൂൺ ചോറ്. ഉരുളക്കിഴങ്ങാണ്. എന്തോ ഇത്? ഉരുളക്കിഴങ്ങ്. ഓക്കെ. ചീസ്, ബീട്രൂട്ട്, കുറച്ച് വെജിറ്റബിൾസ് ഗ്രില്ല് ചെയ്തത്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് അല്ലാത്തത്, പുഴുങ്ങിയതും ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണിത്. കുതിരവണ്ടികളൊക്കെ പോകുന്നു. നമുക്ക് എന്തായാലും ഒരു കുതിരവണ്ടി ഡ്രൈവ് പോകണം. കാശൊക്കെ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 100 തരം വരെ മുടക്കാം അല്ലേ? കുതിരവണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. വേണം. എനിക്ക് മൊറോക്കോയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് മൊറോക്കൻ ടീ എന്ന് പറഞ്ഞ ഇവരുടെ സാധനം. ഇതിങ്ങനെ ഇവരുടെ ഈ ഒരു സെർവ് ചെയ്യുന്ന സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ എല്ലാ വീഡിയോയിലും ഈ ചായ കുടിക്കുമ്പോൾ ഇത് ഞാൻ കാണിക്കുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഇതേപോലെ ഒരു മൊറോക്കൻ ടീ കൺസെപ്റ്റിൽ ഒരു ചായക്കട തുടങ്ങണേ. ഒന്നുമില്ലല്ലോ, നിങ്ങളുടെ ചായക്കടയിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്താലും മതി. സിമ്പിളായിട്ട് മറ്റേ തേയില പൊടിയല്ല ഇടുന്നത്, മറ്റേ തേയിലയുടെ ഇലയാണ് ഇടുന്നത്. തേയിലയുടെ ഇലയും പുതിന ഇലയും കൂടി ഇട്ട് ഇതുപോലൊരു പാത്രത്തിനകത്ത് ആണ് സെർവ് ചെയ്യുന്നത്. അടിപൊളി സെറ്റപ്പാ അല്ലേ? ഈ സാധനം നാട്ടിൽ 50 രൂപയ്ക്ക് വിറ്റാലും ആൾക്കാർ വാങ്ങിച്ചു കുടിക്കും. കാരണം ഇതേപോലെയൊക്കെ കുടിക്കുമ്പോഴത്തേക്കിനും അത് കുറച്ചും കൂടെ ഇതിന് പകരം കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കിണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. മൊറോക്കൻ ടീ കട്ടൻ കാപ്പി, കട്ടൻ ചായ, മൊറോക്കൻ കട്ടൻ ചായ. ആഹാ, അടിപൊളി. നമുക്കൊരു പിസ്സ. നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ പിസ്സയാണ്. ചിക്കൻ പിസ്സയുടെ മേളിൽ ടോപ്പിംഗ്സ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. താങ്ക് യു. സോൾട്ടും പെപ്പറൊക്കെ കൊണ്ട് തന്നു. ചിക്കൻ ഇട്ടിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്, പിന്നെ അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് വീഡിയോ. Yep. WhatsApp, no? No WhatsApp. That's GoPro cam. This is with Wi-Fi. നമുക്ക് ഇന്ത്യക്കാർക്ക് ഈ സാധനം കുറച്ച് സ്പൈസി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ കുരുമുളക് പൊടിയും പിന്നെ ഇവരുടെ സംഭവങ്ങളും എല്ലാം ഇട്ടാൽ മാത്രമല്ലേ പറ്റുള്ളൂ അല്ലേ?
ഇത് ഇവരുടെ ഒരു ചാറ്റ് മസാല കേട്ടോ. ഇത് മണം അറിയോ ഇതിന്? വീട്ടിലെ സാധനമാണ് ഇത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ആ പിസ്സ അങ്ങോട്ട് കഴിച്ചാലായിരിക്കും നമുക്ക് ആ ഒരു ടേസ്റ്റ് ശരിക്കും മനസ്സിലാവുന്നത്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടേക്കാം. എല്ലാം ഇടാം. ഇതിൻ്റെ മേളിലോട്ട് അങ്ങോട്ട് ഇട്ടാം. ലെറ്റ്സ് ടേക്ക് എ പീസ്. തിൻ ക്രസ്റ്റാണ്, വളരെ തിന്നായിട്ടുള്ള ഒരു പിസയാണ്. എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് തരികയും ചെയ്തു. എടുത്തോ, ഒരു പീസ് എടുത്തോ. ആണോ? ഇത് കഴിക്കേ. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ കുറേ ആൾക്കാർ ഇവിടെ വരും, പാട്ടും പാടി ഇതൊക്കെ കാണിച്ചിട്ട് മുമ്പിൽ വന്ന് നിൽക്കും. നമ്മളവരെ മൈൻഡ് ചെയ്താലോ ഫോട്ടോ എടുത്താലോ അവർ നമ്മുടെ കാശ് വാങ്ങിക്കും. ഇന്ത്യക്കാരെ കണ്ടപ്പോഴത്തേക്കും ഇന്ത്യൻ പാട്ടായി. നമ്മളെ കയ്യിലെടുക്കാനുള്ള പരിപാടി ആയില്ലേ? ഇല്ലേ? ഹാപ്പി ആയില്ലേ? പാടുന്നുണ്ട് കേട്ടോ, പാടുന്നുണ്ട്. എന്ത് ഇൻസ്ട്രുമെന്റ് അത്? എന്താന്നറിയില്ല. താങ്ക് യു പറയുന്നു, കാശ് കൊടുക്കാൻ. Thank you. You're welcome. Thank you, man. താങ്ക് യു, താങ്ക് യു. അത് മതി, അത് മതി, അത് മതി. യു വെൽക്കം. താങ്ക് യു. രണ്ടുപേരും കൊടുക്കണം അല്ലേ? അത് വേണ്ട. അതെ അതെ. ഭക്ഷണം കഴിച്ചിറങ്ങി 185 ദിറംസായി. 185 ദിറംസ് എന്ന് പറഞ്ഞാൽ 185 × 8. മോശമില്ലാത്ത ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുറച്ച് കുതിരവണ്ടികളൊക്കെ കിടപ്പുണ്ട്. നമുക്ക് ഈ കുതിരവണ്ടിയിലൊരു റൈഡിനെല്ലാം പോകാൻ ശ്രമിച്ചാലോ? ഏകദേശം എന്ത് 1 മില്യൺ ദിർഹം എന്ന് പറഞ്ഞ് തുടങ്ങും. എങ്ങനെ എന്താണെന്ന് അറിയത്തില്ല, നോക്കാം. 80 ദിറംസൊക്കെ ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, ഒരു 100 ദിറം വരെയൊക്കെ കൊടുക്കാം. എന്തായാലും കുതിരയല്ലേ. 80 ദിറംസ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ താരിഫിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ 250 ദിറംസൊക്കെ വേണമെന്നാണ് പറയുന്നത്. ഭയങ്കര റേറ്റാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു റൈഡ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പീരിയൻസ് ആകുമല്ലോ എന്ന് കരുതി നോക്കിയതാണ്. ഒരു രക്ഷയില്ല. എന്തായാലും ആട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം, വേറെ ആരെങ്കിലും ഒക്കെ ഇതേപോലെ വന്ന് വീഴും. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ചുകൊണ്ടാണല്ലോ അല്ലേ? അങ്ങോട്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ്. നമുക്കിനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് ഏതായാലും കുതിരവണ്ടിക്കാരനടുത്തോടെ പതൊക്കെ പലവപ്പിച്ചുകൊണ്ട് നടക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ട്രീറ്റിലൂടെ നമുക്കിപ്പോൾ അങ്ങോട്ട് നടന്നു പോകാം. 700 മീറ്റേഴ്സ് നമുക്ക് നടക്കണം. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇതിനകത്ത് വഴി കാണിച്ചു തരും. വഴി കാണിച്ച് തന്നിട്ട് അതിനോടൊപ്പം നോക്കി നമ്മൾ നടക്കുന്നു. ഇവിടെ ഒരു ലോക്കൽ മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ്. കണ്ടില്ലേ ഈ കട? കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ? സ്പൈസസ് ആണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. സുഗന്ധ വ്യഞ്ജനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന കടകളാണ് ഇതൊക്കെ. ലോക്കൽ മാർക്കറ്റാണ്. സ്പൈസസ് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. നോക്കി, എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ട്. കണ്ടോ, സുഗന്ധ വ്യഞ്ജനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ്. സേ ഹായ്. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് ദാറ്റ്? Mint tea, smell? ഓ, mint tea Mixed together. ഓക്കെ. കണ്ടോ, ഇത് തേയിലയാണ്. കൊള്ളാലോ. ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണെന്ന് തോന്നുന്നു. മൊറോക്കൻ ടീ? Yes, you have 20% green tea and 80% mint. ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇവർ മൊറോക്കൻ ടീ സാധനം ഉണ്ടാക്കുന്നത്. ഇത് കണ്ടില്ലേ, പെറ്റായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ആമകളാണ് ഈ വെച്ചിരിക്കുന്നത്. 1 spoon for 3-4. How much for this? Sorry? How much price? What's price? That's for demonstration. Come on. നോക്കാം എന്ത് വിലയാണെന്ന് നോക്കാം ഈ സാധനത്തിന്. മൊറോക്കൻ ടീ ഉണ്ടാക്കുന്ന സാധനമാണ്. പാക്കറ്റിലുണ്ടെന്ന് തോന്നുന്നു സംഭവം. That's just for demonstration. That's Swiss salad. ഓക്കെ. And that to lose weight, to make slim in. ഓക്കെ. 200 ദിറംസ് ആയിരുന്നു 1 കിലോ കുരുമുളകിന് ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കിന് 1600 രൂപ. പക്ഷെ കുരുമുളകൊക്കെ നമ്മുടെ നാട്ടിലാണല്ലോ ഇഷ്ടം പോലെ ഉള്ളത്. ഇവിടെ ഒരു പലചരക്ക് കടയിൽ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് സാധനം വാങ്ങാനായിട്ട്. ഇവിടെ ലുലു ഒന്നും ഇല്ലല്ലോ. അല്ല, എന്നാൽ ഇതെന്തായിരിക്കും ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്? ഡ്രൈ ഫ്രൂട്ട്സ് വെക്കാൻ വെച്ചിരിക്കുന്നു. അദ്ദേഹം നമ്മളെ കൊണ്ട് കുറേ സ്പൈസസ് വാങ്ങിപ്പിക്കാനായിട്ട് നോക്കി. അൺഫോർച്ചുനേറ്റ്ലി നമ്മളൊന്നും വാങ്ങിച്ചില്ല. കാരണം നമുക്ക് വേണ്ട, നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കുന്ന മിൻറ്റ് ടീ അല്ലെ ആ ഒരു തേയിലപ്പൊടിക്ക് പുള്ളി ഏറ്റവും കൂടുതൽ റേറ്റും പറഞ്ഞു. ബാക്കി എല്ലാത്തിനും 200 ദിറംസ് ആയിരുന്നു. അതിന് മാത്രം 800 ദിറം പറഞ്ഞു. അത് നമ്മൾ വാങ്ങിക്കുമെന്ന് പുള്ളിക്ക് തോന്നി. നമ്മൾ വാങ്ങിച്ചില്ല, നമ്മൾ ഇറങ്ങി പോന്നു. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു നഗരമാണ് മറക്കേഷ് എന്ന് പറയുന്നത്. മറക്കേഷ് നഗരത്തിലെ
നമുക്ക് ഈ കളറിലാണ് എല്ലാ ബിൽഡിങ്ങുകളും കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു റെഡ് സിറ്റി എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് ആൻഡ് സ്പാ. ഈ റിയാദ് എന്ന് പറയുന്നത് ഇവിടുത്തെ വീടുകളുടെ മുകളിലൊക്കെ ഹോം സ്റ്റേ പോലെ കൊടുക്കുന്ന സെറ്റപ്പിനെയാണ് റിയാദ് എന്ന് വിളിക്കുന്നത്. അതാണല്ലേ റിയാദ്. അത് ശരി, കൊള്ളാലോ. സാഡിയൻ സിമിട്രി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്കുള്ളൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ ഭാഗത്തുള്ള കടക്കാർ വെച്ചിരിക്കുന്ന ഒരു ബോർഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ രസകരമായിട്ടുള്ള വളരെ ഭംഗിയുള്ള കാർപ്പറ്റുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം കണ്ടോ, നോക്ക്. മനോഹരമായിട്ടുള്ള കാർപ്പറ്റുകൾ, അതൊക്കെ ഇവിടുത്തെ ഈ ഒരു കളറുമായിട്ട് ഇണങ്ങുന്ന തരത്തിലുള്ള കാർപ്പറ്റുകളാണ്. 2 ബിൽഡിങ്ങുകൾക്ക് ഇടയിലുള്ളൊരു ഇടനാഴിയാണ് ഇത്, കണ്ടില്ലേ. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടുത്തെ ഈ ഒരു കഥകളുടെയൊക്കെ ഒരു ഭംഗിയും അതേപോലെ തന്നെ അതിന് സൈഡിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും നല്ലൊരു വ്യത്യസ്തമായ ഒരു ഫീലിംഗ് ഉണ്ട്. പൂക്കളൊക്കെ ഇതേപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ അത്തരത്തിലുള്ള ലൈറ്റുകളുടെ സംഭവങ്ങളും ഇതൊക്കെ ഒരു ആൻറ്റീക് പീസുകളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ ടോംബിലേക്കുള്ള വഴി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവരുടെ ഷോപ്പിൻ്റെ സൈഡിൽ കൂടി അകത്തൂടെ അപ്പുറത്തായിട്ട് കയറാനുള്ളൊരു വഴിയായിരുന്നു. അപ്പോൾ അതിനകത്തോട് നടന്നു പോകുമ്പോഴത്തേക്കിനും നമ്മളത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാലോ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. നമ്മുടെ ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി. മാർക്കറ്റിൻ്റെ ഓരോ ഭാഗത്ത് പോകുമ്പോഴും നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഒരു ആർക്കിടെക്ചറും അതേപോലെ തന്നെ ഡിസൈനുകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ തടിയുടെ ഡോറാണ്, കണ്ടില്ലേ, നമുക്ക് വലിയ ഡോറ്. ഈ ബിൽഡിംഗ് പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും അവരുടെ ഒരു പരമ്പരാഗത മൊറോക്കൻ സ്റ്റൈൽ എല്ലാ ബിൽഡിങ്ങുകളിലും അവർ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. നിരത്തുകളൊക്കെ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ താഴെ ഫുട്പാത്തിലേക്ക് വണ്ടികളും മറ്റൊന്നും കയറ്റാതിരിക്കാനായിട്ട് ബോൾ പോലെ ആ ഒരു ഷേപ്പിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുതിരവണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ടോ, കുതിരയൊക്കെ നല്ല അടിപൊളി കുതിരകളാണ്, നല്ല യമണ്ടൻ കുതിരകളാണ്. അമ്മ രണ്ടും കൂടെ അവിടെ വന്ന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന് നമ്മളിവിടെ ഇപ്പോൾ ഒരു മോസ്കിൻ്റെ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള മൊറോക്കൻ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മോസ്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പനയും അതേപോലെ തന്നെ ചെറിയ ചെറിയ ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് ആ ഒരു നിരത്ത് നല്ല ബ്യൂട്ടിഫുള്ളാക്കി വെച്ചിട്ടുണ്ട് അവർ. ഇതിന് സൈഡിൽ അരമതിൽ പോലെല്ലാം പണിതിരിക്കുന്നത് ഇഷ്ടിക മാത്രം ഉപയോഗിച്ചാണ്. എൻ്റെ ഇഷ്ടിക ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് സിമെൻറ്റ് തേച്ചിട്ടാണ് ഈ അരമതിൽ സംഭവങ്ങളൊക്കെ പണിതിരിക്കുന്നത്. പിന്നെ ഇത് ലൈറ്റ് വെച്ചിരിക്കുന്ന ഒരു പില്ലർ ഉണ്ടോ, എൻ്റെ അമ്മ ഇരുമ്പാണ്, ഇരുമ്പിൻ്റെ സാധനമാണ് ലൈറ്റ് വെച്ചിരിക്കുന്ന തൂണുകൾ. ബൈച്ചേട്ടൻ വണ്ടിയുടെ ഫോട്ടോ എടുക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ അവസാനം. ഇതെന്തായാലും നല്ല അടിപൊളി ഒരു വണ്ടിയാണ്, മെർസഡസ് ബെൻസിൻ്റെ വണ്ടിയാണ്. ഇത് ഏതാ വണ്ടി എന്നുള്ളത് നമുക്ക് ബൈച്ചേട്ടനോട് തന്നെ ചോദിക്കാം. ഇത് ബെൻസിൻ്റെ വിറ്റോ എന്ന് പറയുന്ന വണ്ടിയും അത് സ്പ്രിൻറ്ററോ രണ്ടും വലിയ. ഇത് നമ്മുടെ വി ക്ലാസ്സില്ലേ, വി ക്ലാസിൻ്റെ ഒക്കെ ആ ഒരു വലിപ്പമുള്ള വണ്ടി. ഇതൊക്കെ എന്ത് വില ഉണ്ടാവും ഈ വണ്ടിക്കൊക്കെ അപ്രോക്സിമേറ്റ്? വി ക്ലാസ്സിന് നമ്മളോട് 1.25 കോടിയുണ്ട്. ഇത് നമ്മുടെ അവിടെ ഉണ്ടോ ഈ വണ്ടികൾ? ഉണ്ടല്ലേ? ഇല്ലല്ലോ, ഇതില്ല. ഓക്കെ. ഡോർ തുറന്ന കണ്ട ഓട്ടോമാറ്റിക് ആയിട്ട്. പൊളി കണ്ട. ഇവരാണ് ആ വണ്ടിയിൽ, ഇവർ 4 പേരാണ് ഈ വലിയ വണ്ടിയിൽ രാജകീയമായിട്ട് യാത്ര ചെയ്യുന്നത്. കണ്ട, കിട്ടിലും വണ്ടിയാണോ, അതിൻ്റെ അകത്തെ സീറ്റൊക്കെ കണ്ടില്ലേ? ഉയ്യോ, ഡ്രൈവറും പൊളി. ബെൻസ് ഓടിക്കുമ്പോഴത്തേക്കിനും ഡ്രൈവറിന് ആ ഒരു ലുക്കൊക്കെ വരണമല്ലോ, എന്തായാലും ഇടുക കേട്ടോ. അടിപൊളി വണ്ടിയാണേ. എൻ്റെ പൊന്നെ, എന്ത് രാജകീയമാണെന്ന് നോക്കാം വണ്ടിയുടെ അകം. അടിപൊളിയല്ലേ, കിടുക്കൻ, നൈസ് വാട്ട്. ആയൊക്കെ കാണിച്ചു. എൻ്റെ പൊന്നെ, ആ 4 പെണ്ണുങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ തകർത്ത് യാത്ര ചെയ്യുന്നത്. 4 പെണ്ണുങ്ങൾ എവിടെന്നെങ്കിലും വന്നാൽ റിച്ച് ആയിട്ടുള്ള ടീമുകളായിരിക്കും. പൊളി വണ്ടി കേട്ടോ, ഇഷ്ടപ്പെട്ടു എനിക്കത്. കിടു സ്പ്രിൻറ്റർ. ഇതിവിടുത്തെ പള്ളി. ഈ പള്ളിയുടെ അപ്പുറത്ത് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അവിടെ റെസിഡൻഷ്യൽ ഏരിയ ഉള്ളിലേക്ക് വീടുകളും പുറത്തൊക്കെ ധാരാളം കഫേസും അതേപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ്. കുതിരവണ്ടികൾ നമുക്ക് ഇതേപോലെ ഇഷ്ടംപോലെ എവിടെ പോയാലും കാണാൻ സാധിക്കും. നമ്മളെ ആരും വന്ന് അപ്രോച്ച് ചെയ്യുന്നില്ല എന്നാണെന്നുള്ളതാണ് എനിക്കിപ്പോഴും ഒരു സംശയം. കുതിരകളുടെ കാഷ്ടം പോകാനായിട്ട് റോഡിലേക്ക് വീഴുന്നില്ല, പക്ഷേ കാഷ്ടം പോകാനായിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് ബാഗ് ഇവർ വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, അതെന്തായാലും നല്ലൊരു കൺസെപ്റ്റാണ്. കാഷ്ടം ഒന്ന് റോഡിലേക്ക് വീണ് ചീത്തയാവാതെ അത് ഇവിടെ സ്റ്റോറേജ് ബാഗിനകത്ത് വന്ന് വീണ് അത് പിന്നെ ക്ലീൻ ചെയ്ത് കളയുന്ന രീതിയിലുള്ള സംഭവമാണ് ചെയ്തിരിക്കുന്നത്. അതെന്തായാലും ഇഷ്ടപ്പെട്ടു. അതെല്ലാ വണ്ടികളിലും ആ സംഭവമുണ്ട്. അവനും 300 ദിറംസ് ചോദിച്ചു, പിന്നീട് നമ്മളോട് 250 പറഞ്ഞു. നമ്മൾ 100 തന്നെ പറഞ്ഞ് പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. തരുവാണെങ്കിൽ മാത്രമേ നമ്മൾ പോകുള്ളൂ, കാരണം 100 കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതോ അരമണിക്കൂർ 3/4 മണിക്കൂർ നേരത്തേക്കിനെ പറഞ്ഞോ. അതൊക്കെ മിടുക്കനായി. ഇപ്പൊ 100 ഈച്ച് ആക്കി അവൻ. അപ്പൊ പ്രശ്നമില്ല, അപ്പൊ 200 ആയി. ലേലം ഉറപ്പിച്ചു, 150 ഉറപ്പിച്ചു. 150 2 പേർക്കും കൂടെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, വാ. അപ്പൊ ഏത് കുതിരയാണ്? ഈ കുതിരയാണോ? ഈ കുതിര ഒരു ഭംഗിയില്ലല്ലോ, വെള്ള കുതിരയാണല്ലോ. സാരമില്ല, ആ കുതിരയാണ് അടിപൊളിയായിരുന്നു. 150 ഈ കുതിരയൊക്കെ മതി. വി ആർ ഫ്രം ഇന്ത്യ. ഭാഗ്യം ചെയ്തപ്പോ മനസ്സിലായില്ല ഇന്ത്യ. അതെ. അപ്പൊ നമ്മൾ അബ്ദുള്ള ചേട്ടൻ നമ്മളുമായിട്ട് നമ്മളൊരു
കുതിര സവാരിക്ക് പോവാണ്. കുതിര വണ്ടിയിൽ ഇരുന്നു. ഓ അടിപൊളി കേട്ടോ, നല്ല സുഖം കണ്ടിരിക്കുക ഇല്ലേ? കുതിരയൊക്കെ ആണല്ലോ അടിപൊളിയാണ്, മൊത്തത്തിൽ സൂപ്പർ. എന്തായാലും നമ്മളപ്പം മറക്കേഷിലെ രാജാക്കളായിരിക്കുകയാണ് നമ്മൾ രണ്ടുപേരും. 45 മിനിറ്റത്തെ രാജ. അവര് ബെൻസിൽ കയറി പോയപ്പോഴാണ് ഞാൻ വിചാരിച്ചാണ് അതിലും വലിയ വണ്ടി പോകാന്നുള്ളത്. അതെന്തായാലും സാധ്യമായി. നമ്മൾ 45 മിനിറ്റ് അല്ലെ അരമണിക്കൂർ നമ്മൾ മറക്കേഷിലൂടെ രാജാക്കന്മാരെ പോലെ യാത്ര ചെയ്യും. അതല്ലേ അതിന്റെ ഒരു രീതി? ഉള്ള അടിപൊളി എന്തായാലും. അപ്പോൾ ഇതിലിരുന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടുപോകാം. തിരിച്ചിവിടെ തന്നെ കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത്? എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഇപ്പൊ പൊതുവെ ഇത്തിരി ടൂറിസ്റ്റുകൾ കുറവുള്ളതുകൊണ്ടാണ് ഈ ടൂറിലൊക്കെ അപ്പം തന്നെ സമ്മതിക്കുന്നത്. അതെ. അയ്യോ അമ്പൊക്കെ ചാടുന്നു. ഫാർമസി, മരുന്ന് കടകൾ. നഗരത്തിന്റെ ഈ നിരത്തിലൂടെ കുതിരവണ്ടിയിൽ പോകുന്ന കേരളത്തിൽ നിന്നുള്ള 2 യുവാക്കൾ. അടിപൊളിയാണ് സംഭവം. എന്തായാലും ഒരു കിടിലൻ ഡ്രൈവാണ്. മറക്കേഷിൽ വരുന്നവർ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് നമ്മുടെ കുതിരവണ്ടി. അപ്പോൾ നമ്മുടെ അബ്ദുള്ള ചേട്ടൻ കുതിരകളെ ഇങ്ങനെ ചെറിയ രീതിയിൽ തലോടിക്കൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരത്തുകളിലൊക്കെ നമ്മളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് പല സ്ഥലത്തും പല ആൾക്കാരും ഉണ്ട്. ആളുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നു. ഇവരൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. പല ആവശ്യങ്ങൾക്കായിട്ടും പല ആൾക്കാരും നമ്മളെ ഹമാം ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. അതിവിടുത്തെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ട്രഡീഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് ഹമാം എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ ഒന്ന് ബ്രേക്ക് ഇട്ടു. എതിരെ ഒരു കാറ് വരുന്നുണ്ട്. ആ കാറ് പോകാൻ വേണ്ടി ബ്രേക്ക് ഇട്ടാണ്. എന്താ കുതിരയൊക്കെ ബ്രേക്ക് ഇടുന്നത് ഭയങ്കര സംഭവമല്ലേ? ABS-ആ. പിടിച്ചെടുത്ത് നിൽക്കും. പോകുന്നില്ല അവന്മാർ രണ്ടും കൂടി. ഉണ്ടോ അതിന് മുമ്പോട്ടും പുറകോട്ടും ഒക്കെ എടുത്ത് അലക്കി. എൻ്റെ പൊന്നെ ചേട്ടനെ റിവേഴ്സൊക്കെ ഉണ്ട്. ചെറിയ ഇതിൽ റിവേഴ്സൊക്കെ ഉണ്ട്. അതെന്തോ സ്റ്റക്കായെന്ന് തോന്നുന്നു അവിടെ. അല്ല എന്തോ സ്റ്റക്കായി അവിടെ. പുള്ളി അതിനെ പോയി എന്തോ ചെയ്യാണ്, മാറ്റി നിർത്തി. ഓ ഈ കഥയൊക്കെ കണ്ടില്ലേ നോക്ക്. പക്ഷെ എൻ്റെ പൊന്നെ ഓരോ സംഭവങ്ങൾ എത്ര ഭംഗിയാണ്. ഇതോരോ സംഭവങ്ങളെ. കുതിരയ്ക്ക് എന്തോ പറ്റിയല്ലോ. എന്ത് പറ്റി കുതിരയ്ക്ക്? വാട്ട് ഹാപ്പൻ? ഓ അതിൻ്റെ എന്തോ സാധനം ഇളകിപ്പോയി കേട്ടോ. കുതിര എന്തായാലും കൊള്ളാം, നല്ല കുതിര. കൂടെയൊക്കെ കണ്ട എൻ്റെ അമ്മ. ഇതിനെങ്ങാനും ചവിട്ടി കഴിഞ്ഞാൽ അത് മതി. കാലൊക്കെ പൊക്കുന്നുണ്ട്, അവൻ ഇഷ്ടപ്പെടുന്നില്ല. മാറാം ഞാനിവിടെ നിന്ന്. 2 കുതിരയും കൂടെ. അയ്യോടാ പാവം, എന്ത് ക്യൂട്ടാന്ന് നോക്ക്. ശരിക്കും എന്ത് വെയിറ്റല്ലേ ഈ സാധനത്തിൻ്റെ ദേഹത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ആ കുതിര എത്ര കഷ്ടപ്പെടുന്നുണ്ടാവും അല്ലേ? കാളവണ്ടികളും ഇതേപോലെയാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും കാളവണ്ടികൾ കൃഷിക്ക് ഉപയോഗിക്കുന്നു, ആ സംഭവങ്ങൾക്ക് ഉപയോഗിക്കുന്നു. പക്ഷേ ഈ സംഭവങ്ങൾ അല്ലേ എത്ര വേദന അനുഭവിച്ചായിരിക്കും ഈ സാധനമൊക്കെ ജീവിക്കുന്നത്. ചോദിച്ചോ എന്താ ഇവിടെ അത് വളരെ കോമൺ ആണെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ഇന്നലെ ഞാനൊരു കടയിൽ പോയപ്പം വെള്ളം വാങ്ങാൻ പോയപ്പോൾ അവിടെ ഒരു പയ്യൻ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിവിടെ കോമൺ ആണോ? പക്ഷെ ഒന്നും ലീഗൽ അല്ല, പക്ഷെ ഇത് കോമൺ ആയിട്ട് കിട്ടും. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളോട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് ചോദിക്കും. അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോരുത് കേട്ടോ. അമ്പളിച്ചേട്ട പാട്ടൊക്കെ കേട്ട് എന്റെയൊക്കെ പാട്ട് കേട്ട് ജനം നിങ്ങളെ വീട്ടിൽ വന്ന് അടിക്കും. ഓഫ് ചെയ്തു. നിങ്ങൾ ശരിക്കും ഭയങ്കര എന്താ പറയാ കലാകാരന്മാരുള്ള ഫാമിലിയാണല്ലേ? ഞാനതൊന്നും വിളിച്ചു പറയുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ ഇപ്പൊ? ഇതാണോ കല എന്നെല്ലാരും വിചാരിക്കുക. അല്ല, ഓരോ കല എന്ന് പറയുന്നത് ഓരോ രീതിയിലാണല്ലോ. അമ്പളിച്ചേട്ടൻ പാട്ട് പാടുന്നു, ബൈജു ചേട്ടൻ എഴുതുന്നു, എഴുതി അദ്ദേഹത്തിന് അവാർഡ് വരെ ലഭിക്കുന്നു. ഇല്ലേ? അങ്ങനല്ല, അവാർഡ് കിട്ടുന്നവരെ എഴുതുന്നു. അതെ. അപ്പൊ മറ്റൊരു കവാടത്തിനുള്ളിലൂടെ നമ്മൾ എങ്ങോട്ടേക്ക് പോവാണ്. റോഡിലേക്ക് ഇറങ്ങാൻ പോകട്ടോ. നമ്മളിനിയിപ്പോൾ റോഡിലേക്ക് ഇറങ്ങാണ്. ഈ കവാടത്തിനുള്ളിൽ കൂടെ നമ്മൾ ആ ഒരു മാർക്കറ്റിന്റെ ഭാഗത്തു നിന്ന് റോഡിലേക്ക് ഇറങ്ങി പോകുന്നു. അങ്ങനെ നമ്മളിത് ആ മതിൽക്കെട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് കിങ്സ് പാലസ് ആണ്, രാജാവിന്റെ കൊട്ടാരം. രാജാവിന്റെ കൊട്ടാരം എന്ന് പറയുമ്പോഴത്തേക്കും രാജാവിന് എല്ലാ സ്ഥലങ്ങളിലും ഓരോരോ കൊട്ടാരങ്ങൾ വെച്ചുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള രാജാവിന്റെ കൊട്ടാരമാണ് അവിടെ അല്ലത് ഈ കാണുന്നത്, ഈ ഭാഗത്ത് കാണുന്നത്. രസമുണ്ട്, എന്ത് രസമുണ്ടല്ലേ? പണ്ട് കാലത്തെ ആ ഒരു രാജാക്കന്മാരൊക്കെ പോയിക്കൊണ്ടിരുന്നത് പോലെ തന്നെ നമ്മളിപ്പോ രാജാക്കന്മാരെ പോലെ തന്നെ രാജാവും സുജിത് രാജാവും നമ്മുടെ മറക്കേഷിന്റെ തെരുവോരങ്ങളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുതിരയുടെ BSP ചോദിച്ചായിരുന്നോ?
ഇല്ല. ഒരു വണ്ടി കയറുമ്പോൾ ചോദിക്കണ്ടേ എത്ര? ഞാനല്ലല്ലോ, ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് കൂടെ ഇരിക്കുമ്പോൾ നിങ്ങളല്ലേ ചോദിക്കണ്ടേ? അതെ ചോദിക്കാം. പുള്ളിയോട് നമുക്ക് അറബി ചോദിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. എത്ര BHP ആണ്, എത്ര കരുത്തുണ്ട്, എത്ര എന്താ പറയാ മൈലേജ് കിട്ടും എന്നൊക്കെ ചോദിക്കണ്ടേ? സീറ്റൊക്കെ നല്ലതല്ലേ? നല്ല സീറ്റുകളാണ്, സീറ്റാണ്. ഭയങ്കര സൺറൂഫ്, പനോരമിക് സൺറൂഫ്. പിന്നെ ഡ്രൈവറിന്റെ സീറ്റിംഗ് പൊസിഷൻ അടിപൊളിയാണ്. പക്ഷെ മാനുവലി പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റ് ഇല്ല. അത്തരം പ്രശ്നങ്ങളുണ്ട്. നല്ല സസ്പെൻഷൻ അല്ലേ? നല്ല സസ്പെൻഷനാണ്, കുലുക്കൊന്നുമില്ല. പാസഞ്ചർ സീറ്റ് അടിപൊളിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന സീറ്റുകളാണ്. പിന്നെ കാലാവസ്ഥ നല്ലതായതുകൊണ്ട് നല്ല അടിപൊളി AC ആണ്. പനോരമിക് സൺറൂഫ് അല്ലോ ഇത്? മറ്റേതാ കൺവേർട്ടബിൾ ആണ്, ഓപ്പൺ അല്ലേ? ഓപ്പൺ ചെയ്യാം, പനമേര പോലെയാണ്. പക്ഷെ ഇതുണ്ട് കണ്ടോ, മാനുവലി ആണെങ്കിൽ നമുക്കിത് മേറ്റി പൊക്കി വെക്കുകയും ചെയ്യാം. ടച്ച് സ്ക്രീനോ എന്റർടൈൻമെന്റ് സിസ്റ്റമോ ഒന്നുമില്ല. പുറത്തിങ്ങനെ കാഴ്ചകൾ കണ്ട് എന്റർടൈൻ ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. PSP നമുക്ക് ഇറങ്ങുമ്പോൾ ചോദിക്കാം. ഇനിയിപ്പോൾ വിലയും കൂടെ പറഞ്ഞു. നമുക്ക് 100 രൂപയ്ക്ക് കിട്ടി. 150 അല്ലേ പറഞ്ഞേ? 150 ലേലം ഉറപ്പിച്ചത്. 1100 രൂപ. കുഴപ്പമില്ല. കുതിരവണ്ടിയും സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ നിൽക്കും. കണ്ടില്ലേ, നോക്ക്, സിഗ്നൽ കണ്ടാൽ നിൽക്കും കുതിര, ഓടും കുതിര, ചാടും കുതിര, സിഗ്നൽ കണ്ടാൽ നിൽക്കും കുതിര. വേണ്ട, അതാണ് സിഗ്നൽ കണ്ടാൽ പിന്നെ നിൽക്കും, വേറെ വഴിയില്ലല്ലോ, പോകാൻ പറ്റില്ലല്ലോ. ഈ വണ്ടിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്, സീറ്റ് ബെൽറ്റ് ഇല്ല ഇല്ലേ? സീറ്റ് ബെൽറ്റ് വേണ്ട. പിന്നെ കൈ പിടിച്ച് നിന്നില്ലെങ്കിൽ കുതിര വണ്ടിയിൽ നിന്നും താഴെ വീണു അപകടം പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് സിഗ്നൽ പച്ചയായി നമ്മൾ മുന്നോട്ട് കുതിക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തും പുതിയ ആധുനിക വണ്ടികൾ. ഇവർക്കൊന്നും നാണമില്ല അല്ലേ ഇങ്ങനെ വലിയ വണ്ടികളൊക്കെ കയറി പോകാനായിട്ട്? അപ്പോൾ ഒരു റൗണ്ട് അബൌട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ ആക്ച്വലി ചില സമയത്ത് ഇങ്ങനെ നേരം ഇടവിട്ട് ഫൗണ്ടൻ, വാട്ടർ ഫൗണ്ടൻ ഇങ്ങനെ വരും. രണ്ടുപേരും അപ്പുറത്തും ഒരാൾ അതിനകത്ത് പശുവിനെ കൊണ്ടുപോകുന്നു. മറക്കേഷിലെ ന്യൂ സിറ്റി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ കുതിരവണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറക്കേഷിൻ്റെ ഓൾഡ് സിറ്റി ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾഡ് സിറ്റി, ന്യൂ സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ നഗരത്തിനും ഉള്ളതുപോലെ തന്നെ ഇവിടെയും പല പല സംഭവങ്ങളുണ്ട്. ഇതേ ലൂയി വിട്ടൻ്റെ സ്റ്റോറും. ലൂയി വിട്ടൻ ഇവിടുത്തെ കെട്ടിടങ്ങൾക്കും ഇതേപോലെ തന്നെ ഇതേ കളർ തന്നെയാണ്. പിന്നെ കെട്ടിടങ്ങളുടെ ആർക്കിടെക്ചറിൽ വ്യത്യാസമുണ്ട്. ഇത് പുതിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ, മറ്റേ നമ്മൾ കണ്ടത് പഴയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ. എൻ്റെ പൊന്നെ, ഹമ്മർ പൊളി. എന്താല്ലേ ചേട്ടാ, ഹമ്മർ ഓടിച്ചിട്ടുണ്ടോ? ഹമ്മർ നമ്മൾ ടെസ്റ്റ് ചെയ്തത് വീഡിയോ കിടപ്പുണ്ട്. അടുത്തത് i8 BMW. എൻ്റെ പൊന്നെ, ഇത് പോഷാണല്ലോ ഈ ഏരിയ. നമ്മുടെ i8ഉം ഹമ്മറും ഒക്കെ വീഡിയോ ചെയ്തത് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ സ്മാർട്ട് ഡ്രൈവ് വീഡിയോ കിടക്കുന്നതാണല്ലേ. സോഫിറ്റൽ ഹോട്ടൽ. ആക്ച്വലി ഈ വഴി കൂടെ ഒക്കെ നമ്മൾ മറ്റേ ആ സിറ്റി ടൂർ ബസ്സിൽ കയറി ഒരു റൗണ്ട് അടിച്ചായിരുന്നു നമ്മൾ ഈ വഴി കൂടെ ഒക്കെ. പക്ഷേ സിറ്റി ടൂർ ബസ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ ഇതുപോലുള്ള ടാക്സിയും കുതിരവണ്ടിയൊക്കെ എടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. സിറ്റി ടൂറിൽ കയറി ഞങ്ങൾ വെറുതെ പൈസ കളഞ്ഞു എന്നുള്ള അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നോവോട്ടൽ ഹോട്ടൽ ഞങ്ങളൊരു 10-15 ദിവസം ഉള്ളതുകൊണ്ട് വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോവോട്ടൽ, ലേമനഡിൻ പോലുള്ള ഹോട്ടലൊക്കെ എടുത്ത് താമസിച്ചാലല്ലേ നമ്മുടെ ട്രെയിനിൻ്റെ ഒക്കെ തള്ളല്ലോ, വെറുതെ പറയാമല്ലോ, താമസിച്ചേന്നെ എന്ന് പറയാമല്ലോ. ഒരു 3-4 ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ വേറെ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. ഇതേ വേറെ കുതിര വണ്ടികൾ. ഹായ് ബ്രോ, വാട്ട് ഇസ് ദിസ്? കസീനോ ആണ് കണ്ടോ, കസീനോ ആണ്. എൽസാദി. കുതിരയ്ക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി, ഇത്രയും നേരം ഓടി വന്ന കുതിരയ്ക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്. കണ്ടോ, ഇന്ധനം നിറയ്ക്കണമല്ലോ, പാവം കുതിര ഇത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ വന്നത്, അവർക്ക് വെള്ളം കുടിക്കണ്ടേ, കഷ്ടമുണ്ട്. കണ്ടോ, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര, ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അർത്ഥവത്തായി കണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഷോ, എന്താ അല്ലേ, പാവം കഷ്ടമുണ്ട്. എനിക്ക് ഈ കുതിരകളെ കാണുമ്പോൾ കഷ്ടം തോന്നും, പാവം. നമുക്ക് തിരിച്ച് കാറിന് പോയാലും ആണോ? വേണ്ടല്ലേ? എന്തായാലും ആർക്കെങ്കിലും വേണ്ടി കുതിര വണ്ടി വലിക്കും. അവൻ നമുക്ക് വേണ്ടി വലിച്ചോട്ടെ. കുതിരകൾ എന്തായാലും അത്യാവശ്യം നന്നായിട്ട് ആർത്തിയോടുകൂടി ഇവിടെ കിട്ടുന്ന വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിരിക്കുകയാണ്. നല്ല തണുത്ത വെള്ളമായിരിക്കും എന്തായാലും. എന്തായാലും അവർ കുടിച്ച്. എന്തായാലും നല്ല ജിമ്മ കുതിര കേട്ടോ, നല്ല സൈസുണ്ട് കുതിര, അടിപൊളിയാണ്. ഇഷ്ടംപോലെ കുതിര വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ. അത് നല്ല പല കളറിലുള്ള കുതിരകൾ, പല രീതിയിലുള്ള കുതിരകൾ, നല്ല ഭംഗിയുള്ളതും ഭംഗി കുറഞ്ഞതുമായ കുതിരകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളക്കുതിര നല്ല ലുക്കാണ്, രണ്ടിനെ കൊണ്ട് നല്ല ചങ്ങലൊക്കെ ഇട്ട് മുറുക്കി കെട്ടി വെച്ചിരിക്കുക കേട്ടോ. ഇത് നമ്മുടെ ബ്രൗൺ കുതിര. എനിക്ക് ശരിക്കും വെള്ളക്കുതിരയും ബ്രൗൺ കുതിരയുമാണ് എനിക്ക് ശരിക്കും ഇഷ്ടം. ഇവന്മാരുടെ തലയിൽ രോമമൊക്കെ കണ്ടില്ലേ, മുടിയൊക്കെ കണ്ടില്ലേ, ഇഷ്ടംപോലെ മുടിയൊക്കെ ഉണ്ട്. ഇത് കുതിര വണ്ടിക്കാരുടെ ഒരു അസോസിയേഷൻ എന്തോ സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ ഭാഗമായിട്ട് ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ളൊരു സ്ഥലമാണ് ഇത്. കണ്ടോ,
അതിൻ്റെ അവരുടെ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ന്യൂ സിറ്റിയിലെ ഒരു പോഷ് ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളും അതേപോലെ തന്നെ വലിയ വലിയ കഫേകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ് ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കാണാൻ സാധിക്കുന്നത്. നല്ല വൃത്തിയുള്ള ഒരു സ്ട്രീറ്റ്, നല്ല വൃത്തിയുള്ള റോഡുകൾ, നല്ല വൃത്തിയുള്ള വണ്ടികളൊക്കെ ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒട്ടേറെ ഇത് രാവിലെ തൊട്ട് ഇത്രയും സമയം നിന്നിട്ട് ഇപ്പം സമയം എത്ര മണിയായിപ്പോൾ? ഇപ്പോഴാണ് ഒരല്പം വെയിൽ സൂര്യനൊന്ന് വരുന്നത് അല്ലേ? ഇപ്പം സമയം എത്രയെന്ന് ചോദിച്ചാൽ വൈകിട്ട് 4:15 ഇവിടെ. നാട്ടിലിപ്പോൾ 9 മണിയായി കാണും. 9 മണിയാവുന്നു. ഇപ്പോഴാണ് വെയിലൊന്ന് വരുന്നത് കുറച്ചെങ്കിലും. ബസ് തന്നെ വളി വിട്ട് പോകുന്നേ? വളി വിട്ടുകൊണ്ട് പോകുന്ന ബസ്. നമ്മളീ പറഞ്ഞല്ലേ, നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴീ വളി എന്നൊക്കെ നമ്മൾ അല്ലേ മനസ്സിലായിട്ട് പറയാൻ തുടങ്ങി. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, ഒരിക്കലും അങ്ങനെ പറയാറില്ലായിരുന്നു. പക്ഷേ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്നൊരു വിജയകുമാറുണ്ട്. വിജയകുമാറിൻ്റെ ഒരു ഭയങ്കര ദുരന്തം നടന്നിട്ടുണ്ട് പുള്ള വീട്ടിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് വിജയകുമാറിൻ്റെ വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നു. അപ്പം വിജയകുമാറിൻ്റെ അമ്മയുടെ അച്ഛൻ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. പുള്ളി ഇടയ്ക്ക് വിജയകുമാറിൻ്റെ വീട്ടിൽ താമസിക്കും. പുള്ളിക്ക് ഇതിങ്ങനെ വിടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ശബ്ദത്തിലാണ് വിടുന്നത്. പൂച്ചയ്ക്ക് ഇതൊന്നും അറിയാൻ വയ്യായിരുന്നു. അപ്പോൾ പുള്ളി ഒരു ദിവസം വിജയകുമാറിൻ്റെ വീട്ടിൽ വന്നു. ചാരുകസേരയുണ്ടല്ലോ, പഴയ ഈ തുണി കൊണ്ടുള്ള, അതിന് താഴെ പൂച്ച കിടക്കുന്നു. അപ്പൂപ്പൻ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് വന്ന് ഈ ചാരുകസേരയിൽ കിടന്നു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എന്നൊരു ശബ്ദത്തോട് പുള്ള സ്ഥിരം സ്ഥാനം വിട്ടു. പൂച്ച ഇതിനടിയിൽ കിടക്കാണല്ലോ. പൂച്ച ഞെട്ടി ഓട്ടം ഓടിയിട്ട് പിന്നെ പൂച്ച കണ്ടിട്ടേ ഇല്ല. പിന്നെ ആരും പൂച്ച എവിടെയോ പോയി. അപ്പോൾ ഇവർ സമയത്ത് അന്വേഷിച്ചു, പൂച്ച വന്നില്ല, തിരിച്ചു വന്നില്ല. അങ്ങനെ ആ കഥ കഴിഞ്ഞു. പൂച്ചയെ പറ്റി അവരൊക്കെ മറന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതേ അപ്പൂപ്പനും വിജയകുമാറിൻ്റെ അച്ഛനും കൂടെ ശബരിമലയിൽ പോയിരുന്നു 4 വർഷം കഴിഞ്ഞിട്ട്. അവരങ്ങനെ പോകുമ്പം മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ വിജയകുമാർ നോക്കുമ്പോൾ കാട്ടിനകത്തൊരു പൂച്ച. ഇവരുടെ ആ പൂച്ചയുടെ അതേ ലുക്കാണ്. അപ്പോൾ വിജയകുമാർ അടുത്ത് നോക്കുമ്പോൾ അതേ പൂച്ചയാണ്. പക്ഷേ പൂച്ച വലിയ ഭസ്മമൊക്കെ തൊട്ട് കയ്യിലൊരു കമണ്ടലും ഒക്കെ പിടിച്ചൊരു രുദ്രാക്ഷമൊക്കെ ഇട്ട് സന്യസിക്കാൻ പോയിരിക്കും. അത് ജീവിതം മടുത്തിട്ട് ഒറ്റ കേസിൽ ജീവിതം മടുത്ത് മല കയറി സന്യസിക്കാൻ പോയത്. ഇതൊരു കഥയല്ലേ? ബെസ്റ്റ് നടന്ന സംഭവം. നിങ്ങളുടെ നാട്ടിലൊക്കെ പൂച്ച സന്യസിക്കാൻ പോകണ്ടോ? അല്ല, ബൈചേട്ടൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നടന്ന സംഭവം എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ അവതരിപ്പിക്കുന്നത്. രസികൻ. ഈ കുത്തോബിയ പള്ളിയുടെ നേരെ ബാക്ക് സൈഡിലാണ് നമ്മളുടെ ജഫ്ന ആ മാർക്കറ്റും വരുന്നത്, നമ്മുടെ പ്രധാനപ്പെട്ട മാർക്കറ്റ്. ശരിക്കും മറക്കേഷിൽ വന്നു കഴിഞ്ഞാൽ ഈ പള്ളിയോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാവുന്ന സ്ഥലങ്ങളെല്ലാം. ഈവൻ നമ്മൾ ഈ കുതിരവണ്ടി കയറിയതും കുതിരവണ്ടി പോകുന്നതും ഇവിടുത്തെ മാർക്കറ്റും എല്ലാ സംഭവങ്ങളും. അപ്പോൾ നിങ്ങൾ റൂം എടുക്കുമ്പോഴും ഇതിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മളെടുത്ത പോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്ററാണുള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ആ റേഞ്ചിലൊക്കെ റൂം എടുക്കുകയാണെങ്കിൽ സൗകര്യമായിരിക്കും പോകാനും വരാനും ഒക്കെ. നോർമലി നമ്മൾ ഏതൊരു ടാക്സി കയറിയാലും 20 to 30 ദിറംസ് ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. എവിടെ പോകണമെങ്കിലും 100-50 ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് 20-30 റേഞ്ചിൽ നിർത്താവുന്നതേ ഉള്ളൂ നമുക്ക്. എന്താല്ലേ ശരിക്കും രാജകീയമായിട്ട് ഇങ്ങനെ കുതിരവണ്ടിയിലിരുന്ന് പോവാന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് അല്ലേ? സത്യം അമേസിങ്. അങ്ങനെ നമ്മൾ കുതിരവണ്ടിയിൽ കറങ്ങിത്തിരിഞ്ഞ് ന്യൂ സിറ്റിയൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും പഴയ ആ സ്ഥലത്തേക്ക് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റുകളുടെ കേന്ദ്രമായ മറക്കേഷിലെ ആ മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട തെരുവോരങ്ങളിൽ കൂടി നമ്മൾ കുതിരയുടെ ലാട ശബ്ദം കേട്ട് കുളമ്പടി ശബ്ദം എന്താ പറയുന്നത്? കുതിരകളുടെ കുളമ്പടി ശബ്ദവും കേട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ സാറേ. എന്തായാലും വളരെ രസകരമായിരുന്നു ഈ യാത്ര, ഇഷ്ടപ്പെട്ടു. അപ്പോൾ മറക്കേഷിൽ വരുന്നവർ തീർച്ചയായും കുതിരപ്പുറത്ത് കയറി ഈ യാത്ര നടത്തുക. നല്ലൊരു അനുഭവമായിരിക്കും സമ്മാനിക്കുന്നത്. ഞങ്ങൾ കൊടുത്തത് 150 ദിറംസ് ആണ്. ഒരു 3/4 മണിക്കൂർ 1 അവർ നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. അയ്യോ വീഴല്ലേ. അപ്പോൾ നിങ്ങൾ വരിക, ബാർഗെയിൻ ചെയ്യുക. നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചിട്ട് നിങ്ങൾക്കും കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യാം.
തിരിച്ച് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും പുള്ളി ചോദിക്കുന്നുണ്ട് 200 വേണമെന്ന്. നമ്മൾ പറഞ്ഞില്ല, തരാൻ പറ്റില്ല, 150 തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ബൈച്ചേട്ടനിൽ 200-ന്റെ നോട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അത് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ട് എന്തായിരിക്കും ബാക്കി തരുന്നുണ്ടോ? കൊള്ളാം. കണ്ടോ, ഇതാണ് നമ്മളൊരു റേറ്റ് പറഞ്ഞ് ഫിക്സ് ചെയ്താലും അത് ഇവരിങ്ങനെയൊക്കെ ചെയ്യും. ഇതിങ്ങനെയാണ് പൊതുവെ കേട്ടോ. ഇവിടെ മറക്കേഷിലല്ല, മൊറോക്കോയിൽ വന്നിട്ട് ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായത് പല സ്ഥലങ്ങളിലും. അമ്മ തന്നോ ബാക്കി? അതൊന്നും എന്താ വെച്ചാൽ എനിക്ക് പൊതുവെ ബാർഗൈൻ ചെയ്യാൻ വലിയ മടിയുള്ളൊരു മനുഷ്യനാണ്. ഞാൻ ഈ കടലിൽ ചെന്ന് അങ്ങനെ ബാർഗൈൻ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പൊ ഞാൻ അതിൽ വളരെ പ്രാഗൽഭ്യമുള്ള മൊറോക്കോയിൽ വന്നാൽ മതി, നമ്മൾ പഠിച്ചോളൂ അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു ചായ കുടിക്കാം. ഇവിടെ എന്ത് വിലയാണോ ചായക്ക് നോക്കാം. മെനു ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചായക്ക് അഫോർഡബിൾ റേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇരുന്ന് കുടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവാം. ഇവിടുത്തെ മെനു കൊള്ളാം അല്ലേ? ഫയർ ഫ്ലാഗ് പോലെ ഇത് കൊള്ളാം അല്ലേ? കണ്ടോ, ഇങ്ങനെ പ്രയർ വീല് പോലെ ഇങ്ങനെ നമുക്ക് കറക്കി മെനു ഒക്കെ നോക്കാം. അടിപൊളി. 24 രൂപയാണോ? കണ്ടോ, ഇദ്ദേഹം ആ ഒരു കമ്പിളി പുതപ്പൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടോ എങ്ങനെയാണെന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ. സുവിൽ സിറ്റിയോ ചായ കാണിച്ചാൽ ജനങ്ങളെ പിടിച്ചിരിക്കും. ഇനിയും മൊറോക്കൻ ചായ കാണിച്ചാൽ ജനങ്ങൾ എന്നെ പിടിച്ചിടിക്കും എന്ന് ബൈച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞു. കാണിക്കുന്നില്ല, ഞാൻ മൊറോക്കൻ ചായ കുടിക്കാൻ പോവാ. ഇനി തൊഴിക്കുന്നൊന്നും കാണിക്കണ്ടല്ലോ. എല്ലാ വീഡിയോയിലും മൊറോക്കൻ ചായ കുടിക്കുന്ന കാണിക്കുന്നുണ്ട്. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടോണ്ടാട്ടോ. ഈ കണ്ട ഓരോ കടയിൽ പോകുമ്പോഴും നമുക്ക് അവിടുത്തെ ഈ പാത്രമാണ് എന്നെ വളരെയധികം പ്രിയങ്കരമാക്കുന്നത്. ഞാൻ എന്തായാലും നാട്ടിൽ പോയിട്ട് ഇനി ടെക്ട്രാവിലൊരു ചാനലൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ മൊറോക്കോ ചായ കച്ചവടമെങ്കിലും ഞാൻ തുടങ്ങും. ക്യാമറ ഓഫ് ചെയ്തിട്ടേ ഞാൻ കുടിക്കുന്നുള്ളൂ. എന്തായാലും കുതിര വണ്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വന്ന് ചായയൊക്കെ കുടിച്ച് ഫ്രഷായി. അപ്പോൾ ഇനി തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബാക്കി കാഴ്ചകളൊക്കെ നാളെ കണ്ടാൽ പോരെ. അല്ലെങ്കിൽ 5 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ മിക്കവാറും എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടയ്ക്കും. നമ്മളിന്ന് ലേറ്റ് ആയിട്ട് ഇറങ്ങിയതുകൊണ്ട് ആക്ച്വലി ഇപ്പോൾ സമയം ഓൾറെഡി 5 മണിയായി. ഇത് ബാങ്ക് വിളിക്കുന്ന കേൾക്കാം. അപ്പോൾ മറ്റൊരു മനോഹരമായിട്ടുള്ള മൊറോക്കൻ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഇതുവരേക്കും ബൈ.